നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പറക്കാൻ തയ്യാറായി ഗരുഡൻ. എറണാകുളം കലൂരിൽ താരസംഘടനയായ അമ്മയുടെ ഓഡിറ്റോറിയത്തിൽ സുരേഷ് ഗോപി, ബിജു മേനോൻ ചലച്ചിത്രമായ ഗരുഡന്റെ പ്രൊമോഷൻ പ്രോഗ്രാം നടന്നു. ചടങ്ങിൽ സുരേഷ് ഗോപി പങ്കെടുത്തു. ഇനി തിയേറ്ററുകളിൽ ഗരുഡൻ പറക്കും. സുരേഷ് ഗോപിയും ബിജു മേനോനും ഒന്നിക്കുന്ന ക്രൈം ത്രില്ലറായ ഗരുഡൻ നവംബർ 3 തിയേറ്ററുകളിൽ. റിലീസിംഗിന് മുന്നോടിയായുള്ള പ്രൊമോഷൻ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നവാഗതനായ അരുൺ വർമ്മയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. സുരേഷ് ഗോപി, സംവിധായകൻ അരുൺ വർമ്മ, ചിത്രത്തിന്റെ മറ്റു അണിയറ പ്രവർത്തകർ എന്നിവരാണ് ചടങ്ങിലേക്ക് എത്തിച്ചേർന്നത്. ഏവർക്കും കേരളപ്പിറവി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗരുഡന് ഒരു വലിയ വിജയം നൽകണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൊട്ടടുത്തതിന്റെ അടുത്ത ദിവസം ഗരുഡൻ എന്ന് പറയുന്ന എൻ്റെ പുതിയ സിനിമ തിയേറ്റർ സ്ക്രീൻസിലെത്തുകയാണ്. അതിനും കേരളത്തിന്റെ വളർച്ചയിലേക്ക് വലിയ സംഭാവന നൽകാൻ, അതിന്റെ വിജയം സമ്മാനിക്കണമെന്ന്, അതിന് വിജയവും സമ്മാനിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും. ഒരുപാട് പരിശ്രമത്തിലൂടെ എടുത്ത ചിത്രമാണ് ഇതെന്നും വലിയ താരനിരയും ടെക്നീഷ്യൻസും നിറഞ്ഞ ഒരു ചലച്ചിത്രമാണ് ഇതെന്നും സംവിധായകൻ അരുൺ വർമ്മ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ദിവസം കേരളപ്പിറവിയുടെ അന്ന് ഈ ഒരു വേദിയിൽ നമ്മുടെ സിനിമയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. ഗരുഡൻ എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടും സ്ട്രെയിനും എടുത്തിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. നിങ്ങൾ എല്ലാവരും കാണണം, കണ്ടിട്ട് അനുഗ്രഹിക്കണം. സുരേഷ് ഏട്ടൻ, ബിജു ഏട്ടൻ, സിദ്ദിഖ, ദിലീഷ് ഏട്ടൻ, അങ്ങനെ ഒരു വലിയൊരു കാസ്റ്റ്, അത് മാത്രമല്ല വലിയൊരു ടെക്നീഷ്യൻ ക്രൂ ആയിട്ട് കൂടെ വർക്ക് ചെയ്തൊരു പടമാണ്. സോ എല്ലാവരും കാണണം, കണ്ട് അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. നീണ്ട 8 വർഷത്തെ പ്രയത്നമാണ് ഈ ചലച്ചിത്രമെന്നും ഇതൊരു സസ്പെൻസ് ത്രില്ലറാണെന്നും, എന്നാൽ ട്രെയിലറിൽ ചിത്രത്തിന്റെ 20% വരെ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളൂ എന്നും റൈറ്റർ പറഞ്ഞു. ഓൾറെഡി ട്രെയിലർ എല്ലാം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ മൈസെൽഫ്, ഞാനൊരു കോളേജ് പ്രൊഫസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന്റെ അടുത്തും കൊളീഗ്സിന്റെ അടുത്തും ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഇതിന്റെ കഥ എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ദേ ട്രൈ ടു ഡീകോഡ്, ട്രെയിലറിൽ നിന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് ജസ്റ്റ് ഒരു 10 to 20% മാത്രമേ നമ്മൾ ട്രെയിലറിൽ കാണിച്ചു. അന്ന് ചെറിയ മഴയുണ്ടായിരുന്നു. ചാനൽ 91.